തീർത്ഥാടന കാലത്ത് കാഞ്ഞിരപ്പള്ളി മുതൽ സന്നിധാനം വരെയുള്ള റോഡ് സൈഡിലുള്ള കടകളിൽ 70% അഹിന്ദുക്കളുടേതാണ്. പക്ഷേ അവരും കടകളിൽ അയ്യപ്പന്റെ ഫോട്ടോ വെക്കും. വെജ് ആണെന്ന് പറഞ്ഞ് എല്ലാം കലക്കിയും തുപ്പിയും കൊടുക്കും. അതേസമയം ഒരൊറ്റ ഇസ്ലാമിക ഉറൂസ് നടക്കുന്ന പള്ളിയിലും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരു കട പോയിട്ട് പ്രവേശനം പോലും ലഭിക്കുകയുമില്ല. ഇതിന് ഒരു അറുതി വരാൻ ഉത്തർപ്രദേശിൽ യോഗി ചെയ്തതുപോലെ ഹിന്ദു കടയുടമകൾ അവരുടെ പേര് വലിയ അക്ഷരത്തിൽ തന്നെ ബോർഡിൽ പ്രദർശിപ്പിക്കുക എന്നതാണ്. പ്രൊപ്രൈറ്റർ കൃഷ്ണൻ അല്ലെങ്കിൽ ഗോവിന്ദൻ, അത് നിയമം അനുശാസിക്കുന്നതുമാണ്. ആ പേര് നോക്കി മാത്രം തീർത്ഥാടകർ കടയിൽ കയറിയാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് വർഷം കൊണ്ട് ഈ സിസ്റ്റം പ്രാവർത്തികമാക്കി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞ് കാശ് കൊടുക്കാൻ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ മജീദും മമ്മദും വന്ന് ചിരിച്ചു കാണിക്കും. ഇന്ന് നാം മുടക്കുന്ന പണം നാളെ ഒരു വെട്ടുകത്തിയുടെ രൂപത്തിൽ നമ്മുടെ പടിവാതിക്കൽ തന്നെ വന്നു നിൽക്കാൻ ഇട കൊടുക്കാതിരിക്കുക. സ്വാമി ശരണം. അങ്ങനെ വീണ്ടും ഒരു ശബരിമല മണ്ഡലകാലം ആഗതമായിരിക്കുകയാണ്. ഭാരതത്തിൽ നിന്നല്ല, ഭാരതത്തിൻ്റെ പുറത്തു നിന്നും ഭക്തജനങ്ങൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സമയമാണ് മണ്ഡലകാലം. വൃശ്ചിക 1 മുതൽ മകരം 1 വരെയുള്ള കാലം, ഏകദേശം 2 മാസക്കാലം, 2 മാസത്തിന് പുറത്തുള്ള കാലം കേരളത്തിലേക്ക് ഭക്തജനങ്ങൾ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുകയാണ്. 41 ദിവസം കഠിന വ്രതമെടുത്ത് മണ്ഡലവ്രതം അനുഷ്ഠിച്ച് എല്ലാ രീതിയിലും ശുദ്ധവൃത്തികളുമായിട്ട് ഇവിടെ എത്തുകയാണ്. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് അവർ വരുന്ന വഴികളിലെല്ലാം കാണുന്ന കടകൾ പലപ്പോഴും നമ്മൾ ഇപ്പോഴൊന്ന് യാത്ര ചെയ്ത് നോക്കൂ. ഇപ്പം യാത്ര ചെയ്താൽ കാണുന്ന മറ്റു പേരുകളിലുള്ള കടകളെല്ലാം മണ്ഡലകാലം ആകുമ്പോഴത്തേക്കും പേരുകൾ മാറും. അയ്യപ്പൻ്റെ ഒരു പടം വയ്ക്കും, അവിടെ ഒരു ബോർഡ് വയ്ക്കും, സ്വാമി ശരണം വയ്ക്കും. അങ്ങനെ വരുന്ന ഭക്തരെ പറ്റിക്കുന്നൊരിടപാടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കേരളത്തിൽ പല സ്ഥലത്തും പറയുന്നത് എന്തിനാ? നമ്മുടെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യ കേന്ദ്രങ്ങളായ എരുമേലിയായാലും നിലയ്ക്കലായാലും പമ്പയായാലും ഇതിന് വ്യത്യസ്തമല്ല. പലപ്പോഴും നമ്മുടെ സന്നിധാനത്തിലുള്ള കടകൾ പോലും ലേലം പിടിക്കുന്നത് ഹിന്ദുക്കളുടെ പേരിൽ മറ്റുള്ള ആൾക്കാരാണ്. ഇപ്പോൾ എല്ലാവർക്കും ശബരിമലയെ സംബന്ധിച്ചോളം അവിടെ നാനാജാതി മതസ്ഥർക്ക് പ്രവേശനമുണ്ട്, അതിലൊന്നും ഒരു തെറ്റുമില്ല. അവിടെ തത്വമസിയാണ്, ഭഗവാനാണ് ഞാൻ, ഞാനാണ് ഭഗവാൻ. അവിടെ ഭഗവാനെ വിശ്വസിക്കുന്ന ആർക്കും അവിടെ വരാം, ഏത് മതത്തിലുള്ളവർക്കും വരാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കണം. അവിടെ ഈ പറയുന്ന മറ്റ് ഏകദൈവ വിശ്വാസികൾ മറ്റു മതങ്ങളെ വിശ്വസിക്കില്ല, അവരെ കാഫിറുകളായിട്ട് കാണുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്കൊരിക്കലും ഒരു വിശ്വാസം ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ഹലാൽ എന്നുള്ള സംഭവം പലതും പല രീതിയിലും കാണുന്നു. അവർ തുപ്പി വെച്ചാൽ തുപ്പിയതാണ് ഏറ്റവും പരിഭാവനമായതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആയിക്കോട്ടെ, അത് അവരുടെ വിശ്വാസം, അവർ നടത്തിക്കോട്ടെ. പക്ഷേ അത് ഹിന്ദുക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ശബരിമല സീസൺ വരുമ്പോൾ പല ഹോട്ടലുകളും ഹൈന്ദവ ഹോട്ടലുകളായി മാറുന്നു, അയ്യപ്പന്മാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടി നടത്തുന്നു. അതുകൊണ്ട് അയ്യപ്പന്മാർ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് ഇപ്പം നേരത്തെ UP-യിൽ ഇതുപോലൊരു പ്രശ്നം വന്നപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞു എല്ലാ കടകളിലും ആ കടയുടെ ഉടമസ്ഥൻ്റെയും ആ കടയിൽ ഉള്ള ജോലിക്കാരുടെയും പേരെഴുതി വെക്കണമെന്ന്. അത് സുപ്രീം കോടതി അതിനെ സ്റ്റേ ചെയ്തു. പക്ഷേ അപ്പോൾ യോഗി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി, എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ ചെയ്യുമെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് അവരുടെ പേരെഴുതി വയ്ക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, അവരവിടെ എഴുതി വയ്ക്കും. അപ്പോൾ യോഗി പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ പേരുകൾ എഴുതി വെച്ച കടകളിൽ കയറി കഴിക്കൂ എന്നാണ് പറഞ്ഞത്. വളരെ ബുദ്ധിപരമായൊരു നിലപാടാണ് യോഗി ആദിത്യനാഥ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ കേരളത്തിൽ നമ്മുടെ യാത്ര ചെയ്യുന്ന സ്ഥലത്തുള്ള അയ്യപ്പന്മാർ വരുന്ന സ്ഥലങ്ങളിലുള്ള ഹിന്ദുക്കളുടെ ഹോട്ടലുകൾ, ആ ഹോട്ടലുകളിൽ അവിടുത്തെ ഉടമസ്ഥൻ്റെയും അവിടുത്തെ ജോലിക്കാരുടെയും പേര് നിങ്ങൾ വലുതായിട്ട് എഴുതി വെക്കൂ. എഴുതി വെച്ചിട്ട് അവിടെ കയറാൻ അയ്യപ്പന്മാർ ശ്രദ്ധിക്കുക. അതുപോലെ ശബരിമലയിലും അതുപോലെ തന്നെ അവിടെ കൃത്യമായിട്ട് അവിടെ അങ്ങനെ നിയമം കഴിഞ്ഞ പ്രാവശ്യവും വിശ്വ പരിഷത്ത് പറഞ്ഞതാണ്, ശബരിമലയിലും പമ്പയിലുമുള്ള എല്ലാ ഹോട്ടലുകളിലും അവിടെ ഉടമസ്ഥൻ്റെയും അവിടുത്തെ പ്രവർത്തകരുടെയും പേരെഴുതി വെക്കണമെന്ന്. പലപ്പോഴും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, പേരെഴുതി വെച്ചിട്ടില്ലെങ്കിൽ പേരെഴുതി വെക്കാൻ തയ്യാറുള്ളവരുടെ കടകളിൽ മാത്രം കയറുക. ആ രീതിയിൽ അയ്യപ്പന്മാർ ശ്രദ്ധിക്കണം. നമ്മൾ ആറ്റുനോറ്റ് അയ്യപ്പനെ കാണാൻ വ്രതമനുഷ്ഠിച്ച് ഇവിടെ വരുമ്പോൾ ആ വ്രതത്തിന് ഭംഗം വരാതിരിക്കാൻ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വാമി ശരണം.